എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മുസ്കാൻ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളാണ്. ഓക്കെ, ഞാൻ ഇതിനു മുമ്പ് നേരത്തെ ഒരു വീഡിയോ തയ്യാറാക്കിയായിരുന്നു. ആ വീഡിയോ ഓക്കെ അല്ലെന്ന് തോന്നി, പ്രോപ്പർ അല്ലെന്ന് തോന്നി, അതുകൊണ്ടാണ് ഒന്നുകൂടി നന്നായിട്ട് പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, നമ്മുടെ തന്നെ ഭരണഘടനയുടെ, ഇന്ത്യയുടെ ഭരണഘടനയുടെ ഒഫീഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നമ്മുടെ പ്രിയാമ്പിൾ, അതാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. വായിക്കുക മാത്രമല്ല, അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. കുറച്ച് ലെങ്തി ആയിരിക്കും വീഡിയോ, എനിക്ക് തോന്നുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ താല്പര്യമുള്ളവർ കേട്ടിരിക്കുക. ഓക്കെ, സോ ഞാൻ ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ മൊത്തമായിട്ട് വായിക്കുക. അതായത് അപ്ഡേറ്റഡ് ആയ, അതായത് അമെൻമെൻറ്റുകൾക്കൊക്കെ ശേഷം, അങ്ങനെ ഒരുപാട് അമെൻമെൻറ്റ് നടന്നിട്ടില്ല, എന്നിരുന്നാൽ കൂടി ആ ഒരൊറ്റ അമെൻമെൻറ്റേ നടന്നുള്ളൂ. ശേഷമുള്ള ആ പ്രിയാമ്പിളാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് വായിക്കുന്നത്. ഓക്കെ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രിയാമ്പിൾ. ഓക്കെ, വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic, and to secure to all its citizens justice, liberty, equality, fraternity, and ഒരുപാട് എന്തുണ്ട്, ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെ ജസ്റ്റിസാണ്, എന്തൊക്കെ ലിബർട്ടിയാണ്, എന്തൊക്കെ ഇക്വാലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ഫ്രാറ്റേണിറ്റിയാണ്, അല്ലെങ്കിൽ ഫ്രാറ്റേണിറ്റി എന്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനുശേഷം പറയുന്നത്, ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി this 26th day of November 1949 do hereby adopt, enact and give to ourselves this constitution. അതായത് നമുക്കറിയാം, ഏകദേശം 2 വർഷവും 11 മാസത്തോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഡിബേറ്റിന് ശേഷമാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡിസ്കഷന് ശേഷമാണ് ഡോക്ടർ BR അംബേദ്കർ നേതൃത്വം വെച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കി അസംബ്ലിക്ക് മുമ്പിൽ വെക്കുന്നത്. അന്ന് 26 നവംബർ 1949 ആണ്. 1949 നവംബർ 29 ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യലി അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇതാണ് ഇതിൻ്റെ റോ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒന്നും ജസ്റ്റ് എന്താണ് വിട്ടുപോയ വാക്കുകൾ എന്ന് പറഞ്ഞാൽ, അത് ആൻഡ് ടു സെക്യൂർ ടു ഓൾ സിറ്റിസൺസ് പറഞ്ഞതിന് ശേഷം ജസ്റ്റിസ് എന്ന് പറയുന്നത്. ജസ്റ്റിസ് എന്ന് വെച്ചാൽ സോഷ്യൽ, എക്കോണമിക് ആൻഡ് പൊളിറ്റിക്കൽ, ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, faith and worship, equality of status and opportunity, and to promote among them all, okay, fraternity, assuring the dignity of the individual and the unity and the integrity of the nation. ഇതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് വെറുതെ അതിൻ്റെ പച്ച മലയാളം അല്ലെങ്കിൽ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ ആവശ്യമില്ല എന്ന് തോന്നുന്നു. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ഞാൻ ലാപ്ടോപ്പ് സ്ക്രീനിൽ എടുത്ത് വെച്ചിട്ട് നോട്ട്സ് അത് ഞാൻ നിങ്ങൾ മുമ്പ് വായിക്കുകയായിരിക്കും. ഓക്കെ, നമുക്ക് ആദ്യം മുതൽ പ്രിയാമ്പിൾ എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ്, അതൊക്കെയാണ് നമ്മൾ ആദ്യം വായിക്കുന്നത്. അങ്ങനെയാണ്. ഓക്കെ, എ പ്രിയാമ്പിൾ ഈസ് എൻ ഇൻട്രോഡക്ടറി സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ ഡോക്യുമെൻറ്റ് ദാറ്റ് എക്സ്പ്ലെയിൻസ് ഡോക്യുമെൻറ്റ്സ് ഫിലോസഫി ആൻഡ് ഒബ്ജക്റ്റീവ്. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതൊരു പുസ്തകം വായിക്കുമ്പോഴും, ഈ പുസ്തകം തുറന്നു നോക്കുമ്പോഴും അതിൻ്റെ ഫസ്റ്റ് ഒരു ആമുഖം എന്ന് പറയാൻ പറ്റില്ല, മുഖപുര എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഇൻഡെക്സ് അല്ല, എന്നിരുന്നാലും കൂടി ആമുഖം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ഈ പുസ്തകം എന്താണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ആർക്ക് വേണ്ടിയാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടത്, എന്തിനു വേണ്ടി രചിക്കപ്പെട്ടതാണ്, അപ്പോൾ ഈ പുസ്തകത്തിൽ എന്താണ് പ്രതിപാദിക്കുന്നത്, അതിനെക്കുറിച്ച് ചെറിയൊരു ആമുഖം തരും. അതുപോലെ തന്നെ ആ പുസ്തകത്തിൻ്റെ ഇമ്പോർട്ടൻസും വെളിപ്പെടുന്ന രീതിയിലേക്ക് അതിന് ആമുഖം ഉണ്ടാവും, അല്ലേ? ആ ആമുഖം ആണ്, ഒരു പുസ്തകത്തിൻ്റെ ആമുഖമാണ് ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്ന ഒരു പുസ്തകമാണ്. ഓക്കെ, ഒരു ഗ്രന്ഥം എന്ന് വേണമെങ്കിൽ പറയാം, പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം. ആ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു ആമുഖമായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ് സംഭവം, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് വിവരിക്കുന്നത്, എന്താണ് സംസാരിക്കാൻ പോകുന്നത്, ഇന്ത്യയിലെ ജനങ്ങളോട്, അല്ലെങ്കിൽ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ലക്ഷ്യങ്ങൾ നിറവേണ്ടത്, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇൻ എ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് പ്രസൻസ് ദി ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് ഫാമേഴ്സ്, ദ ഹിസ്റ്ററി ബിഹൈൻഡ് ഇറ്റ്സ് ക്രിയേഷൻ ആൻഡ് ദ കോർ വാല്യൂസ് ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ നേഷൻ. ഓക്കെ, അതായത് അതായത് ഇനി ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിൽ എന്തൊക്കെ ഉണ്ടാവും, ഒരു ഭരണഘടന എന്തൊക്കെ ഉണ്ടാവും, അത് നിർമ്മിച്ചിരിക്കുന്നു, അത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ ഇൻറ്റൻഷൻസ്, അല്ലെങ്കിൽ അവരുടെ ചിന്തകളുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശങ്ങളുണ്ടാകും. പിന്നെ ഹിസ്റ്ററി ബിഹൈൻഡ് ഇസ് ക്രിയേഷൻ. ഇപ്പോൾ ഒരു രാജ്യം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നടക്കുന്ന കാര്യമില്ല. അതിനൊരുപാട്, ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയൊരു ഫ്രീഡം സ്ട്രഗിൾ ഉണ്ട്, നമുക്ക് നാഷണൽ മൂവ്മെൻറ്റ് ഉണ്ട്. അതിൻ്റെ ഒടുവിലാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുന്നത്. നമ്മൾ ലിബറേറ്റഡായി ഇൻഡിപെൻഡൻ്റായ പുതിയൊരു രാജ്യമാണ്. അപ്പോൾ അവർക്ക് ആ രാജ്യം ഉണ്ടാക്കുന്നൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്പോൾ അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ആൻഡ് ദി കോർ വാല്യൂസ്, അതായത് എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ വാല്യൂസ് ഉണ്ടാവും, മൂല്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആ മൂല്യങ്ങൾ ചിലപ്പോൾ പ്രതിപാദിക്കപ്പെടുക, അല്ലെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പുതുതായി ചേർക്കപ്പെടുന്ന മൂല്യങ്ങളുണ്ടാകും, എന്തൊക്കെയോ മൂല്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ നേഷൻ, പ്രിൻസിപ്പിൾസ് വാല്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരേപോലെ തന്നെയാണ്. ഈ രാജ്യം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഈ രാജ്യത്തിൻ്റെ നമ്മൾ പറയുന്ന
ഈ പശ്ചാത്തലങ്ങൾ, ബാക്ക്ഗ്രൗണ്ടുകൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ സംവിധാനങ്ങൾ എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെയാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ദ നേഷൻ അല്ലെങ്കിൽ കോർ വാല്യൂസ്. അതൊക്കെ അതിനൊക്കെ കുറിച്ചുള്ള ഒരു അതൊക്കെ ഉണ്ടാകും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളാണ് ഈ മുഖവുര എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ മോസ്റ്റ്ലി ഉണ്ടാവേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് പറയാനുണ്ടായി. ഈ രാജ്യം എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്, ഈ രാജ്യത്തിൻ്റെ എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്, എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, ഓക്കെ, എന്തൊക്കെ പ്രിവിലേജസ് ഉണ്ട്, എന്തൊക്കെ എമോൾമെൻറ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്തൊക്കെ നിയമങ്ങളുടെ സാധ്യതകൾ എങ്ങനെയാണ്, നിയമം എങ്ങനെ പ്രാബല്യത്തിൽ വരുവാൻ, ഒരു നിയമം എങ്ങനെ കട്ടീൽ ചെയ്യപ്പെടും അല്ലെങ്കിൽ നിരോധിക്കപ്പെടും, അങ്ങനെ പലതും ആ രാജ്യത്തിലെ എത്രയോ കോടി ജനങ്ങളുടെ മനുഷ്യരുടെ ജീവിതത്തിൽ തന്നെ ബാധിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തെ നിയന്ത്രിക്കാൻ പോകുന്ന ഒരു സിസ്റ്റത്തെ റൺ ചെയ്യാൻ വേണ്ടി അതിന് ആധാരമായ ഒരു പുസ്തകമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ്. അങ്ങനെ ചിലപ്പോൾ അതിന് ചിലപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്കൊരു ചരിത്രം പറയാനുണ്ടാവും. ഓക്കെ, ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് 4 ഡിവൈഡ് ചെയ്യാം. അതായത് ഞാൻ നേരത്തെ വായിച്ച ടെക്സ്റ്റ് അതൊരു പ്ലെയിൻ ടെക്സ്റ്റ് അല്ല, അതിൻ്റെ പിറകിൽ നമ്മൾ ആന്തരിക അർത്ഥങ്ങൾ അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളൊക്കെ പറയുക, ഇത്രയും കാര്യങ്ങളുള്ളതിൽ അതെന്തൊക്കെയാണെന്ന് പറയാം. ഓരോരോ സെക്ഷൻ വൈസായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് സോഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്ന് ഡിറൈവ് ചെയ്യപ്പെടുന്നതാണ്, എവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളിൽ നിന്നാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉത്ഭവം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, നേരത്തെ ഇപ്പോൾ ചില കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ഇൻ ദ നെയിം ഓഫ് എന്താണ്, ചിലപ്പോൾ ഇൻ ദ നെയിം ഓഫ് നമ്മുടെ ഈ നൈറ്റ്സ് അല്ലെങ്കിൽ ക്യൂൻ അല്ലെങ്കിൽ കിങ്, ലൈക്ക് അങ്ങനെ ഹിസ് എക്സലൻസി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങും. ഓർഡർ ഓഫ് ദി ഗ്രേറ്റ് ദ എംപയർ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഉണ്ടാവും. എംപയർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ബൈ ദി ഓർഡർ ഓഫ് ദി ഗ്രേറ്റ് എംപയർ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങും. അല്ലെങ്കിൽ ബൈ ദി ഓർഡർ ഓഫ് ദാറ്റ് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഡയറ്റി, ഒരു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു കിങ് അങ്ങനെയൊക്കെ ഉണ്ടാകാം. അല്ലെ, എന്തെങ്കിലും ഒരു പ്രിൻസിപ്പിൾ, ഫോർ എക്സാമ്പിൾ റിലീജിയൻ, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അതാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫസ്റ്റ് ഭാഗത്ത് സോഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഭാഗമായിട്ട് പറയാം. അടുത്തത് നേച്ചർ ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ്. അടുത്ത ഭാഗത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്, ഞാൻ നേരത്തെ വായിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും കൂടി നിങ്ങൾ ഒന്ന് റീകളക്ട് ചെയ്യുക. നാച്ചർ ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ്, അത് നമ്മുടെ രാജ്യത്തിൻ്റെ നേച്ചർ, സ്വഭാവം എങ്ങനെയുള്ളതായിരിക്കണം. പല രാജ്യങ്ങളുടെയും സ്വഭാവം നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതൊരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ്. സൗദി അറേബ്യ അതൊരു മൊണാർക്കാണ്. അല്ലെങ്കിൽ പാകിസ്ഥാൻ അതൊരു ലൈക്ക് ഡെമോക്രസിയാണ്, റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ്. പക്ഷേ അതിനെ ഹെഡ് ചെയ്യുന്നത് ഒരു റിലീജിയസ് ഐഡിയോളജിയാണ്. അല്ലെങ്കിൽ അപ്പോൾ പല രാജ്യങ്ങളും നമുക്കറിയാം. വളരെ പെട്ടെന്ന് ഒരു എക്സാമ്പിൾസ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഓരോ രാജ്യങ്ങൾക്കും അവരവരുടേതായ സ്വഭാവങ്ങളുണ്ടാകും. ഓക്കെ, അതിൻ്റെ എക്കോണമി ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ജസ്റ്റിസ് സിസ്റ്റം ആയിക്കോട്ടെ, എന്ത് തന്നെ എടുത്തു കഴിഞ്ഞാൽ അവരവരുടേതായ ഒരു സ്വഭാവം ഉണ്ടാവും. അതാണല്ലോ ആ രാജ്യത്തെ ഡിസ്റ്റിങ്ക്റ്റ് ആക്കുന്നത്, വേർതിരിക്കുന്നത്. സോ അതൊക്കെയാണ് നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഈ ഒരു രാജ്യത്തിൻ്റെ ലക്ഷ്യങ്ങളുണ്ടാവില്ല നിറവേറ്റാനുള്ള അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. അതാണ് മൂന്നാമതായിട്ട് പറയുന്നത്. പിന്നെ ഡേറ്റ് ഓഫ് ഇറ്റ്സ് അഡോപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരു ഡേറ്റ് പറഞ്ഞു ഓർമ്മയില്ല, 26 നവംബർ 1949 എന്നൊക്കെ പറഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ആ ഡേറ്റ് കൂടി ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നോർമലായി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് എനിക്ക് അതിൻ്റെ ഒരു ബേസിക്കായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ഇടയ്ക്കൊന്ന് ബ്രേക്കായി, ലാപ്ടോപ്പിൻ്റെ ചാർജ് അതുകൊണ്ടാണ്. ഓക്കെ, നേരത്തെ കൂടി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, ഇനി പറയാൻ പോകുന്നത്, അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ രചിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന വഴി, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളാണ് നമ്മൾ ദിവസം. ആ പ്രിയാമ്പിൾ തന്നെ 4 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് ദി പ്രിയാമ്പിൾ ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളില്ല, അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഹിസ്റ്ററി ഉണ്ടാവും, അതായത് ഒരു ചരിത്രമാണ്. ഈ പ്രിയാമ്പിൾ എന്തുകൊണ്ട് ഇങ്ങനെ രചിക്കപ്പെട്ടു? കാരണം ഒരു പ്രിയാമ്പിളിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഈ സ്റ്റേറ്റ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ കിങ്ഡം ഓഫ് യുണൈറ്റഡ് കിങ്ഡം ആൻഡ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് ദി ഐലൻഡ്സ്, എന്താണ് ആ രാജ്യത്തിൻ്റെ പേര്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഇതെന്താണ് ഈ ഒരു രാജ്യത്തിൻ്റെ നേച്ചറാണ് ഇന്ത്യൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈ രാജ്യം ഇങ്ങനെയാണ്. ആ രാജ്യത്ത് അങ്ങനത്തെ നിയമങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനത്തെ സ്വഭാവ വിശേഷണങ്ങൾ ഉണ്ടാകാം എന്നൊക്കെ നമ്മൾ പറയുന്നില്ല.
ആ രാജ്യങ്ങളുടെ ആ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ പ്രിയാമ്പിളിൽ അങ്ങനെ അത് രചിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതായത് ഒരു രാജ്യത്തിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്ന വായിച്ച് പെട്ടെന്ന് ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന ഒരു പീസ് ഓഫ് നോട്ടാണ് ഈ പ്രിയാമ്പിൾ. അപ്പോൾ അത് വരാനൊരു എന്തുകൊണ്ട് അങ്ങനെ ചൂസ് ചെയ്തു എന്നതിനും എന്തുണ്ട്, ഒരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററിയാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ദ ഐഡിയൽസ് ബിഹൈൻഡ് ദ പ്രിയാമ്പിൾ ഓഫ് India's constitutions were laid down by the Jawaharlal Nehru's objective resolution adopted by the Constituent Assembly on January 22, 1947. ഓക്കെ, അതായത് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റൊക്കെ നടക്കുന്ന സമയത്ത് ജനുവരി 22, 1947 നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു ഒരു റെസൊല്യൂഷൻ കൊണ്ടുവരികയാണ്. റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു പ്രമേയം. ഓക്കെ, അതിൻ്റെ പേരാണ് ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ. അതായത് ജവഹർലാൽ നെഹ്റൂസ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ലക്ഷ്യങ്ങൾ. ഇതിനല്ലേ ഈ രാജ്യത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു, അങ്ങനെയാണ് ആ ഒരു പ്രമേയം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഇതാക്കിയാണ് കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് അതാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, പ്രിയാമ്പിളായിട്ട് മാറുന്നത്. അതാണ് പ്രിയാമ്പിളിൻ്റെ ഒരു വലിയൊരു ശതമാനം ഐഡിയൽസ് എല്ലാം വരുന്നത് ആ ഒരു പ്രമേയത്തിൽ നിന്നാണ്. ഓക്കെ, ഇനി although not enforceable in court, preamble states the objective of the constitution and acts as an aid during the interpretation of articles when language is found ambiguous. ഇത് ഈ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടല്ല, വേറൊരു കാര്യമാണ്. ഇതൊരു വലിയൊരു പോയിൻ്റാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന നമുക്ക് ചില ആളുകളൊക്കെ ഈ ആർട്ടിക്കിൾസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു 1 മുതൽ 400 അല്ലെങ്കിൽ 342 ആർട്ടിക്കിൾ, അല്ലെങ്കിൽ 15 ആർട്ടിക്കിൾ ഇങ്ങനെയാണ്, 21 ആർട്ടിക്കിൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്, ജസ്റ്റിസബിൾ ഇൻ കോർട്ടാണ്. അഥവാ നമ്മളിപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകും അല്ലേ, അല്ലെങ്കിൽ നമ്മൾ കോർട്ടിനെ സമീപിക്കും അല്ലേ. അതെന്തുകൊണ്ടാണ്, നമുക്കതിൽ ഇറ്റ്സ് പ്രിൻറ്റഡ് ആണ്. ഈ രാജ്യത്ത് നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ട യു ക്യാൻ എക്സ്പെക്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ യു ക്യാൻ ഗോ ടു ദി കോർട്ട് എന്ന് അതിലുള്ളത് കൊണ്ടാണ്. അതിൽ ഈ രാജ്യം നമുക്ക് തരുന്ന റൈറ്റ്സാണ്. നമുക്ക് അത് വയലേറ്റ് ചെയ്യപ്പെട്ട നമുക്ക് നേരിട്ട് പോകും. പക്ഷേങ്കിൽ പ്രിയാമ്പിൾ എന്ന് പറയുന്ന പേജിൽ പെട്ട ഒരു കാര്യം ഈ നാട്ടിൽ നടപ്പിലാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് അതില്ലാത്തത് കൊണ്ട്, ഞാൻ പറയുന്നത് ബൈ ഡെഫിനേഷൻ ബൈ പേപ്പറാണ്, നടപ്പിലാത്തതുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലെ അല്ല ഈ രാജ്യത്തുള്ളത്. ഈ രാജ്യത്ത് ലിബർട്ടി ഓഫ് തോട്ട് പറയുന്നുണ്ട്, ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അതിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ സെക്കുലറാണ്, സോഷ്യലിസ്റ്റിക് ആണ് എന്നൊക്കെ പറയും. പക്ഷേ രാജ്യം സോഷ്യലിസ്റ്റിക് അല്ലല്ലോ, രാജ്യം അത്രയ്ക്ക് അങ്ങോട്ട് സെക്കുലർ അല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് കോർട്ടിൽ പോയി ചലഞ്ച് ചെയ്യാൻ പറ്റുമോ, അത് പറ്റില്ല. അതാണ് ഈ ഒരു പോയിൻ്റ്. അതായത് നോട്ട് എൻഫോഴ്സ്ബിൾ ഇൻ എനി കോർട്ട്. അതായത് പ്രിയാമ്പിളുള്ള കാര്യം പോലെ നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനം പ്രവർത്തിക്കുന്നില്ല. ഓഫ് കോഴ്സ് ലൈക്ക് പ്രൊട്ടസ്റ്റ് കാര്യങ്ങൾ അതൊക്കെ വേറെ, ഞാൻ അതിലേക്കൊന്നും വരില്ല. പക്ഷേ ഈ ഒരു ഡോക്യുമെൻറ്റിലുള്ള കാര്യങ്ങൾ അതേപോലെ നമ്മൾ കാണുന്നില്ല എന്നതുകൊണ്ട് നമുക്ക് കോർട്ട് പോയിട്ട് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. എനിക്കിന്ന ഇത് ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ അതൊന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ യൂണിറ്റി ഓഫ് ആൻഡ് ഇൻറ്റിഗ്രേഷൻ ഓഫ് ദി നേഷൻ അത്രയ്ക്ക് സ്ട്രോങ് അല്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോർട്ടിൽ പോയിട്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. മീൻസ് ലൈക്ക് വി കനോട്ട് മൂവ് എ പെറ്റീഷൻ, അത്രേ ഇതിൽ പറയുള്ളൂ. അതല്ലാതെ ഈ പേപ്പറിലുള്ള കാര്യങ്ങൾക്ക് വിലയില്ലാന്നും അങ്ങനെയൊന്നും അല്ല കേട്ടോ. ലൈക്ക് അങ്ങനെ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഞാൻ പറയുന്നത് ഒരു ലീഗൽ ടേംസിൽ പറയാൻ ടെക്നിക്കൽ അങ്ങനെ നിങ്ങൾ നോക്കണം. ബൈ പേപ്പർ നോക്കുകയാണെങ്കിൽ ഇതൊന്നും എൻഫോഴ്സിബിളായ കാര്യങ്ങളല്ല ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു പ്രിയാമ്പിൾ. പക്ഷേ ആ പ്രിയാമ്പിൾ വളരെയധികം പ്രാമുഖ്യമുണ്ട്. അത് മാത്രമല്ല ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ആർട്ടിക്കിൾസ്, അതായത് ഈ പ്രിയാമ്പിളാണ് ഇതിൻ്റെ ആമുഖം. ഓക്കെ, ഇത് വെച്ചിട്ടാണ് എല്ലാ ആർട്ടിക്കിൾസിൻ്റെയും ഒരു ബാക്ക് സ്റ്റോൺ അല്ലെങ്കിൽ ബെഡ് റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ബെഡ് റോക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഈ ആർട്ടിക്കിൾസ് എല്ലാം തന്നെ ഇതിനുമായിട്ട് അലൈൻഡ് ആയിരിക്കും. ഓക്കെ, ഇതുമായിട്ട് അലൈൻ ആകുന്ന സമയത്ത് ഈ ആർട്ടിക്കിൾസിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാവും. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ആർട്ടിക്കിൾസിൻ്റെ നടപ്പിലാക്കലുകൾ അല്ലെങ്കിൽ എൻഫോഴ്സിബിലിറ്റി, അതുപോലെ തന്നെ നമ്മൾ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ റൈറ്റ്സ്, എന്തൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടീസ്, എന്തൊക്കെയാണ് എമോളിമെൻറ്റ്സ്, എന്തൊക്കെയാണ് പ്രിവിലേജസ്, എന്തൊക്കെയാണ് സെക്ഷൻസ്, എന്തൊക്കെയാണ് എങ്ങനെയാണ് ഈ രാജ്യം ഭരിക്കപ്പെടേണ്ടത്, അങ്ങനെയുള്ള പല നിയമങ്ങളുണ്ടാവുമല്ലോ, ലോസ്. അല്ലെങ്കിൽ ആർട്ടിക്കിൾസിൻ്റെയൊക്കെ വ്യാഖ്യാനത്തിന് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ പ്രിയാമ്പിളാണ്. ഈ പ്രിയാമ്പിളിലെ ലക്ഷ്യത്തിന് ചേർന്നിട്ട് തന്നെയായിരിക്കും ഈ ആർട്ടിക്കിൾസൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ആർട്ടിക്കിൾസിലൊക്കെ എന്തെങ്കിലും ലൈക്ക് എഴുതി വെച്ചതിൽ എന്തെങ്കിലും ലൈക്ക് ഓഫ് കോഴ്സ് അണ്ടർസ്റ്റാൻഡബിൾ അല്ലാത്ത കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മിസ്ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് വെരിഫൈ ചെയ്യുക. പ്രിയാമ്പിൾ വെച്ചിട്ട് തന്നെ വെരിഫൈ ചെയ്യുക. അതിന് ഓൾറെഡി പ്രിയാമ്പിളിൻ്റെ ആ ഒരു ലക്ഷ്യങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ ആർട്ടിക്കിൾസും ഉണ്ടാവും. അതിന് ക്രോസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഓവർത്രോ ചെയ്യുന്ന രീതിയിലൊന്നും എന്തായാലും തന്നെ ആർട്ടിക്കിൾസൊന്നും ഇല്ല നമ്മുടെ രാജ്യത്ത്. അത് അതാണ് ഇതിൻ്റെ ഒരു പ്രിയാമ്പിളൊരു അതിന് പ്രാമുഖ്യമില്ല എന്നല്ല പറയുന്നത്, വളരെ പ്രാമുഖ്യമുള്ളൊരു പീസ് ഓഫ് പേപ്പർ അല്ലെങ്കിൽ ഫസ്റ്റ് ഷീറ്റ് തന്നെയാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
അത് ആ പ്രിയാമ്പിളിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ രാജ്യം സ്ട്രൈവ് ചെയ്യാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ആ പ്രിയാമ്പിളിലേക്ക് എത്തിച്ചേരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജ്യമായിട്ട് എത്തിച്ചേരും എന്നുള്ളതാണ് ഫ്രെയിമേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിമേഴ്സ് ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് വായിക്കാൻ പോകുന്നത് കമ്പോണൻസ് ഓഫ് പ്രിയാമ്പിളാണ്. അത് നമ്മുടെ പ്രിയാമ്പിളിലുള്ള കമ്പോണൻസ് ഏതൊക്കെയാണെന്ന്. ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ പ്രിയാമ്പിൾ ദാറ്റ് ദ സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ലൈസ് വിത്തിൻ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ലിബറേറ്റഡ് ആയ രാജ്യമാണ്. അഥവാ നേരത്തെ ഒരു മൊണാർക്കി അല്ലെങ്കിൽ ഒരു കമ്പനി റൂൾ അല്ലെങ്കിൽ ഒരു എക്സ്ട്രീംലി ഒരു ഇംപീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റൂളിൻ്റെ അണ്ടറിൽ, ഒരു സാമ്രാജ്യത്വ ശക്തിയുടെ അണ്ടറിൽ, അധിനിവേശം കൊളോണിയൽ പവറിൻ്റെ അണ്ടറിൽ എത്രയോ വർഷം ഞെരിഞ്ഞമർന്നൊരു രാജ്യം ഫൈനലി ത്രൂ കണ്ടിന്യൂസ് റെസിസ്റ്റൻസ് നമ്മൾ പുറത്തു വന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ പുറത്ത് കൊണ്ടെത്തിച്ചെന്നാണ് തോന്നുന്ന രാജ്യമാണിത് ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ഒരു ഏതെങ്കിലും ഒരു കിങ്ങിനോ അല്ലെങ്കിൽ ഒരു നൈറ്റിനോ അല്ലെങ്കിൽ ഒരു ക്യൂവിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറ്റിക്കോ ഏതെങ്കിലും ഒരു ലോഡിനോ അല്ലെങ്കിൽ ഏതൊരു റിലീജിയനോ അങ്ങനെ കൊടുക്കാമല്ല. അത് നമ്മുടെ ജനങ്ങൾ തന്നെയാണ് അതിൻ്റെ സോഴ്സ് ഉള്ളത്. ജനങ്ങളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അധികാരം നിലനിൽക്കുന്നത്, ഇത് നിർമ്മിച്ചിരിക്കുന്നതും ഇത് പ്രാവർത്തികമാക്കാൻ പോകുമ്പോൾ പ്രാബല്യത്തിൽ വരുന്നതിനുമുള്ള എല്ലാവരുള്ള അധികാരവും ഏൽപ്പിച്ചിരിക്കുന്നത് ജനങ്ങളിൽ നിന്ന് വന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണിത്. ഓക്കെ, പ്രിയാമ്പിൾ ഡിക്ലെയർസ് ഇന്ത്യ ടു ബി എ സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഈ 5 വാക്കുകൾ ഓക്കെ, സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ഈ 5 വാക്കുകളിലാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോവറൈനാണ്. സോവറൈൻ എന്ന് പറയുന്നത് പരമാധികാരം എന്ന് വെച്ചാൽ ഒന്നുമില്ല, എൻ്റെ രാജ്യത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ കാര്യത്തിൽ മറ്റൊരു ബാഹ്യശക്തിക്ക് ഇടപെടാമില്ല. ഞങ്ങളുടെ രാജ്യത്തെ ഇൻറ്റേർണൽ മാറ്റേഴ്സിന് എക്സ്റ്റേണലിയുള്ള ഒരു പവേഴ്സിനും ഇടപെടാമില്ല. ഓക്കെ, ലൈക്ക് ഓഫ് കോഴ്സ് ദേ ക്യാൻ ഡിസ്കസ്, ദേ ക്യാൻ ഗിവ് സജഷൻസ്, ദേ ക്യാൻ ഗിവ് റെക്കമെൻഡേഷൻ, ദേ ക്യാൻ ഡു സാങ്ഷൻസ്, ബട്ട് ഇതൊരിക്കലും തന്നെ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുന്നത്, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ 2 വിഭജിച്ച് നോർത്തേൺ കേരള, സൗത്തേൺ കേരള എന്ന് പറഞ്ഞ് 2 സെപ്പറേറ്റ് സ്റ്റേറ്റ് ആക്കി. ഈ ഒരു ആക്ഷനെ ലോകത്തിലൊരു ശക്തിക്കും ചെയ്യാൻ പറ്റില്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അത് ഇന്ത്യയുടെ ഇൻറ്റേർണൽ മാറ്ററാണ്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു ഓപ്പറേഷൻ നടന്നു അല്ലേ, ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് റീജിയനിൽ. അതിനൊരിക്കലും എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഇറ്റ്സ് ഇൻറ്റേർണൽ മാറ്റർ. അതാണ് ഈ സോവറൈൻ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളും നമുക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് തന്നെയാണ്. ഓക്കെ, ഗവൺമെൻറ് എന്ന് പറയുന്നത് ജനങ്ങൾ, സർക്കാർ, അല്ലെങ്കിൽ അങ്ങനെയാണ് കാര്യങ്ങൾ. സോ നേരത്തെ എങ്ങനെയായിരുന്നു, ഈ രാജ്യത്ത് എന്ത് നടക്കണമെങ്കിൽ കൂടി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അതിൽ അന്നത്തെ ഇമ്പീരിയൽ ഫോഴ്സിൻ്റെ കൊളോണിയൽ പവറിൻ്റെ സമ്മതമാണായിരുന്നു. അല്ല, അവരാണ് കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ഈ രാജ്യത്തിനൊരു കൊളോണിയൽ അവരുടെ അധീന അണ്ടറിൽ വെച്ചുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് കണ്ടിരുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ്. ഇനി സോഷ്യലിസം എന്ന് പറയുന്നത് ഈ കൺട്രിയുടെ എക്കോണമിക് പോളിസിയാണ്. സോഷ്യലിസം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, വെൽഫെയർ ഓഫ് ദ പീപ്പിളാണ് സോഷ്യലിസം എന്ന് പറയുന്ന എക്കോണമിക് കോൺസെപ്റ്റിൻ്റെ ലക്ഷ്യം. പക്ഷേ ഇതിന് എക്സാക്ട്ലി സോഷ്യലിസം എല്ലാം ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് വേറെയുണ്ട്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ എക്കോണമിക് പോളിസി എപ്പോഴും ജനക്ഷേമമായിരിക്കണം, വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ആയിരിക്കണം ലക്ഷ്യം. പക്ഷേ അതിനുള്ള പോളിസീസ് മാത്രമേ ഈ രാജ്യം കൈക്കൊള്ളുള്ളൂ. സെക്കുലറാണ്. സെക്കുലർ ആകാമെന്ന് വെച്ചാൽ മത ഇതരല്ല, മത സാഹോദര്യ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റാണ്. അതായത് സെക്കുലർ എന്ന് പറയുന്ന ഒരു നെഗറ്റീവാണ്, അത് മതരഹിത എന്നല്ല, മത സാഹോദര്യമുള്ള ഒരു രാജ്യമാണിത്. കാരണം ഇന്ത്യയിൽ ഇഷ്ടംപോലെ റിലീജിയൻസ് ഉണ്ട്, അറിയാമായിരിക്കുമല്ലോ. ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം, സൊറാസ്ട്രോണിസം, എന്നാലും പാർസികൾ എനിക്കറിയില്ല ആ റിലീജിയൻ്റെ പേര് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് റിലീജിയൻസ് ഉണ്ടല്ലോ. റിലീജിയൻസിൽ എല്ലാത്ത രീതിയിലും ഒരുപാട് സെക്റ്റുകളുണ്ട്, ഒരുപാട് ഫെയ്ത്തുകൾ, വിശ്വാസങ്ങളിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. സോ അവരൊക്കെ ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ഈ സെക്കുലർ എന്ന് പറയുന്ന വേർഡ്. ചില രാജ്യങ്ങൾ ക്രിസ്ത്യാനിറ്റി ആയിരിക്കും സ്റ്റേറ്റിൻ്റെ ഒഫീഷ്യൽ റിലീജിയൻ, ചിലർ ഇസ്ലാം ആയിരിക്കും, ചിലപ്പോൾ ബുദ്ധിസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ് റിലീജിയൻ ഉണ്ട്, സ്റ്റേറ്റ് റിലീജിയനിലെ രാജ്യങ്ങളുടെ ലോകത്ത്. ഓക്കെ, ഇതിൻ്റെ റിലീജിയനെ പാടില്ല എന്നുള്ള, അത് ശബ്ദിച്ചു പോരുത് പബ്ലിക്കലി, അങ്ങനെ പറയുന്ന രാജ്യങ്ങൾ കൂടി ലോകത്തുണ്ട്. അപ്പോൾ ഇന്ത്യ അതിനൊക്കെ വേറിട്ട് നിൽക്കുന്ന രാജ്യമാണ്. ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. ഡെമോക്രാറ്റിക് എന്ന് വെച്ചാൽ എന്താ, ജനാധിപത്യപരമായ ഒരു രാജ്യമാണിത്. ജനങ്ങൾക്കാണ് ഇവിടെ ആധിപത്യം. ജനങ്ങളാണ് അവരുടെ ഭരണാധികാരികൾ തിരഞ്ഞെടുക്കുന്നത്, അവരുടെ എല്ലാ കാര്യങ്ങളും തീരുമാനം ജനങ്ങൾ തന്നെയാണ്. ഇൻ കേസ് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സാണ്. ഇതൊന്നും കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, സ്കൂളൊക്കെ പഠിച്ചതാണ്. നമ്മുടെ പ്രസിഡൻ്റ് ആയിക്കോട്ടെ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ MPs ആയിക്കോട്ടെ, നമ്മുടെ MLAs ആയിക്കോട്ടെ, മുഖ്യമന്ത്രിമാരായിക്കോട്ടെ, ഇവരൊക്കെ എന്താണ് നമ്മൾ തിരഞ്ഞെടുത്ത ആളുകൾ. എന്തിനാ നമ്മളെ ഭരിക്കാൻ, നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ. അതാണ് ഡെമോക്രസി എന്നതിൻ്റെ അർത്ഥം. ഇനി റിപ്പബ്ലിക്കാണ്. തെരഞ്ഞെടുപ്പിലൂടെയാണ് നമ്മുടെ അധികാരികൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ അതിൽ പറയുന്നത്.
റിപ്പബ്ലിക് എന്നാണ്. റിപ്പബ്ലിക് എന്ന വാക്കിന് അതിനും അർത്ഥമുണ്ട്. റിപ്പബ്ലിക് എന്ന് വെച്ചാൽ നമ്മുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, അത് ഇലക്റ്റഡാണ്. ഇലക്റ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുത്ത ആളായിരിക്കും നമ്മളെ ഭരിക്കുന്ന നമ്മുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. പ്രൈം മിനിസ്റ്റർ അല്ല പറയുന്നത്, അതിൻ്റെ മുകളിൽ പ്രസിഡൻ്റാണ്, നമ്മുടെ പ്രസിഡൻ്റാണ് നമ്മുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരാണ് അവർ തെരഞ്ഞെടുപ്പിലൂടെയാണ് അദ്ദേഹം എത്തുന്നത് അവിടെ. ഇപ്പോൾ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മുടെ പ്രസിഡൻ്റ് ഉണ്ടല്ലോ, ലൈക്ക് ദ ലേഡി, അവരായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇതിന് മുമ്പുള്ള പ്രസിഡൻ്റ് ആയിക്കോട്ടെ, ലൈക്ക് ഇപ്പോൾ ഈ നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആയിക്കോട്ടെ, ഇതിന് മുമ്പുള്ള രാംനാഥ് കോവിന്ദ് ആയിക്കോട്ടെ, പ്രണബ് മുഖർജി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, APJ അബ്ദുൽ കലാം ആയിക്കോട്ടെ, ഇവരൊക്കെ തന്നെ ആ പൊസിഷനിലേക്ക് വന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. അതായത് ഇവിടെയുള്ള ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് പലതരത്തിലുള്ള ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്, എന്നിരുന്നാൽ കൂടി തെരഞ്ഞെടുപ്പിലാണ്. പക്ഷേ ചില രാജ്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ ചില രാജ്യങ്ങളിൽ അതിൻ്റെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്തായിരിക്കും തിരഞ്ഞെടുക്കുന്നത്, അതായത് മൊണാർക്കി പ്ലസ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി ഉണ്ടാവും, റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ഉണ്ടാവും. അതായത് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് കിങ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യൂൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതായിരിക്കും, എൻറ്റിറ്റി ആയിരിക്കും. പക്ഷേ അവിടെ ഡെമോക്രസി ഉണ്ടാവും. പക്ഷേ കിങ് ഓഫ് ആ ഒരു കിങ്ങിൻ്റെ അസെൻ്റ് ഇല്ലാതെ ഒരു നിയമം അവിടെ പാസ്സാവുകയില്ല. മോസ്റ്റ്ലി അങ്ങനെയാണ് നടക്കുന്നത്. അങ്ങനത്തെ രാജ്യങ്ങളുണ്ട്. പാർഷ്യൽ റിപ്പബ്ലിക്കാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അവിടെ ഡെമോക്രസി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പ്രൈം മിനിസ്റ്റർ വരെ ഡെമോക്രാറ്റിക് ആയിരിക്കും, പക്ഷേ കിങ് ആയിരിക്കും അവരെന്ത് ചെയ്യുക. കിങ് ഹെറിഡിറ്ററിയാണ്, വേറെയാണ്. മാർക്ക് എന്ന് പറയുന്നത് എന്താണ്, പരമ്പരാഗതമായി കിട്ടുന്ന സംഭവം. അവർക്ക് എന്ത് ചെയ്യില്ല, ഒരിക്കലും തന്നെ അവിടുത്തെ എലക്റ്റഡ് ഹെഡല്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ റിപ്പബ്ലിക്കാണ്, എലക്റ്റഡ് ഹെഡാണ്. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് ദ ഒബ്ജക്റ്റീവ് സ്റ്റേറ്റഡ് ബൈ ദ പ്രിയാമ്പിൾ ആർ ടു സെക്യൂർ ജസ്റ്റിസ്. നമ്മുടെ ലക്ഷ്യങ്ങൾ, ഈ പ്രിയാമ്പിൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യക്കാണ് പ്രാധാന്യം. അവർക്ക് മൊത്തം എന്ത് ചെയ്യണം, ജസ്റ്റിസ്, നീതി, അത് ഉറപ്പുവരുത്തണം. ലിബർട്ടി എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം. ഓക്കെ, വിത്തിൻ ദ ലിമിറ്റ്സ്. ഓക്കെ, ലിബർട്ടി എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ലൈക്ക് എക്സ്ട്രീം ഫ്രീഡം അല്ല, അവിടെ വിത്തിൻ ദ ലിമിറ്റ്സ്, വിത്തിൻ ദ ബൗണ്ടറീസ് നമ്മൾ കൊടുക്കുന്നതാണ് ലിബർട്ടി. പിന്നെ ഇക്വാലിറ്റി ടു ഓൾ സിറ്റിസൺസ്. ഇപ്പോൾ അതിന് ഇന്ത്യ എന്ന് പറയുന്നൊരു രാജ്യം ഹൈലി പോളറൈസ്ഡ് ആയ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള പ്രാക്ടീസസ് കൊണ്ട് നിറഞ്ഞൊരു രാജ്യമാണ്. ബിക്കോസ് ഓഫ് ദ റിലീജിയൻ, ബിക്കോസ് ഓഫ് ദ കൾച്ചർ, ബിക്കോസ് ഓഫ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പീപ്പിൾ, ബിക്കോസ് ഓഫ് ദ ഹിസ്റ്ററി. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനങ്ങനെ ഇത് പറയാമല്ലോ, ഇതിനെ വിമർശിക്കല്ല, എന്നിരുന്നെങ്കിലും അങ്ങനത്തെ ഒരുപാട് എലമെൻറ്റ്സ് നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപാട് വന്നിട്ടുണ്ട്. സോ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അവിടെ അതൊക്കെ ഇല്ലാതാക്കി എല്ലാവരും തുല്യരായിട്ട്, എവിടെ നിയമത്തിന് മുമ്പിൽ തുല്യരാക്കുക, അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന് മുമ്പിൽ തുല്യരാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ സിറ്റിസൺസിനും ഈക്വൽ സ്റ്റാറ്റസ് കൊടുക്കാനുള്ള ഇതിനു വേണ്ടി. ആൻഡ് പ്രൊമോട്ട് ഫ്രാറ്റേണിറ്റി ടു മെയിൻറ്റെയിൻ ദ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് നേഷൻ. അതായത് ഫ്രാറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ ഈ വാക്കിനൊക്കെ പിന്നിലൊരു ലക്ഷ്യങ്ങളുണ്ട്. കാരണം ഫ്രാറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമൊന്നും ഉണ്ടായിട്ടില്ല പണ്ട്, അല്ലെ 1947 ഓഗസ്റ്റ് 15 ആ ഒരു ഇൻഡിപെൻഡൻറ്റ് ആ ഒരു ഡേക്ക് ബിഫോർ, മീൻസ് ആസ് പെർ ദി കോൺട്രാക്ട്, അല്ലെങ്കിൽ അതിന് മുമ്പ് വരെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇല്ല സത്യം പറഞ്ഞാൽ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്നതിലുപരി ഇറ്റ് ഈസ് ലൈക്ക് ഫുള്ളി വലിയ എന്താണ് കമ്മീഷണറേറ്റ്സ്, അല്ലെങ്കിൽ എന്താ പറയുക, പ്രിൻസ്ലി സ്റ്റേറ്റ്സാണ്, രാജകുടുംബങ്ങളും അവരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ബ്രിട്ടീഷിനുള്ള ഡയറക്റ്റ് റൂളുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ പ്രസിഡൻസീസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ, അതിൽ പ്രൊട്ടക്ടറേറ്റ്, കമ്മീഷണറേറ്റ് എന്നൊക്കെ പറഞ്ഞ റീജിയൻസ് ആയിരുന്നു ഇന്ത്യയിൽ പല ഭാഗങ്ങൾ. നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ വേറെ രാജ്യമായിരുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. കേരളം തന്നെ പല രാജ്യങ്ങളായിരുന്നു, അല്ലേ, പല രാജ്യമായിരുന്നു. കേരളത്തിൻ്റെ സൗത്ത് വേറെ ആയിരുന്നു, മദ്രാസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് വേറെ ആയിരുന്നു. അങ്ങനെ വിഘടിച്ച് കിടന്ന ലൈക്ക് ഇന്ത്യ എന്ന് പറയാനൊന്നുമില്ല, നമുക്കൊരു കൃത്യമായ ബൗണ്ടറി കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടായതിനു ശേഷം, ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടായതിനു ശേഷം മുതൽ നമ്മളെല്ലാവരും എന്താണ് ഒറ്റക്കെട്ടാവും. അതിനു മുമ്പ് തലേ ദിവസം വരെ നമ്മൾ വേറെ പല ടൈപ്പ് ഓഫ് രാജ്യങ്ങളായിരുന്നു, പല ടൈപ്പ് ഓഫ് കൾച്ചറൽ ഐഡൻറ്റിറ്റീസ് ആയിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ഒരൊറ്റ രാജ്യത്തിൻ്റെ അണ്ടറിൽ, ഒരൊറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ ഡിഫറൻഷ്യൽ എന്നാണ് അതിനൊരു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയുന്ന പോലെ നമ്മളുള്ള എല്ലാ ഡിഫറൻസസ് എന്ത് തന്നെ ആയിക്കോട്ടെ, ബട്ട് വി ആർ ഇന്ത്യൻസ് അണ്ടർ വൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അതാണ് ഈ വാക്കിൻ്റെ ഉദ്ദേശം. അത് പ്രൊമോട്ട് ചെയ്യണം, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. എന്തിനു വേണ്ടിയിട്ടാണ്? യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രേഷൻ, ഐക്യവും അഖണ്ഡതയ്ക്കും വേണ്ടിയിട്ടാണ്. അതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡേറ്റ് ഈസ് മെൻഷൻ ഇൻ ദ പ്രിയാമ്പിൾ വെൻ ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ഇൻ November 26, 1949. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കവർ ചെയ്ത ടോപ്പിക്സ് എന്ന് പറയുന്നത് ലെങ്ത് ഉണ്ട്, ഞാൻ പറഞ്ഞായിരുന്നു. എന്നുകൊണ്ട് കാര്യങ്ങൾ ഇത്രയൊന്നുമല്ല ഞാൻ പറഞ്ഞു. ഒന്ന്, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പ്രിയാമ്പിളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ 4 സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ 4 സെക്ഷൻസ് എന്തൊക്കെയാണ്, അതിൽ ഓരോ വാക്കുകളുടെ അർത്ഥം എന്താണെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ചുരുങ്ങിയ വാക്കുകളിലാണ് പറയുന്നത്. അതിന് തന്നെ ഏകദേശം
30 മിനിറ്റ്സോളം എടുത്തിട്ടുണ്ട്. സോ 16 മിനിറ്റ്സ് പ്ലസ് പ്രീവിയസ് വീഡിയോ 10 മിനിറ്റ്സ്. ഓക്കെ, 26, 27, 28 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സോ ഇതാണ് പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. സോ ഉപകാരപ്രദമായിട്ട് ഇതിന് ഇനിയും എന്തുണ്ട് എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അതുവരെ ബൈ.